സംഖ്യാപുസ്തകം അധ്യായം 4. യഹോവ പിന്നെയും മോശെയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ലേവ്യരിൽ വെച്ച് കഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ ഉള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി തുക എടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹറോനും പുത്രന്മാരും വന്ന് തിരശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടേണം. തഹശ് തോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിന് മീതെ തിരശീല വിരിച്ച് തണ്ട് ചെലുത്തേണം. കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു തിരശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശു തോൽ കൊണ്ടുള്ള മൂട് വിരിയാൽ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. ഒരു നീല ശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും കവണകളും കരിന്തിരി മുറിക്കുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തഹശ് തോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീല ശീല വിരിച്ച് തഹശ് തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീല ശീലയിൽ പൊതിഞ്ഞ് തഹശ് തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്ര ശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തഹശ് തോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ നോക്കേണ്ടത്. വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധ ധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ കഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ച് കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവന്റെ വേലയ്ക്കും അവനവന്റെ ചുമട്ടിനും ആക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഗർശോന്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണി തുക എടുക്കുക. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണേണം. സേവ ചെയ്യുന്നതിനും ചുമടെടുക്കുന്നതിനും ഗർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിന്റെ തിരശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തഹശ് തോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിന്റെ വാതിലിലുള്ള മറശ്ശീല, പ്രാകാരത്തിന്റെ മറശ്ശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ വാതിലിലുള്ള മറശ്ശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹ്റോന്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരം ആയിരിക്കണം.
അവരുടെ എല്ലാ ചുമടുകളും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗെർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇത് തന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹ്റോന്റെ മകൻ ഈഥാമാറിന്റെ കൈക്കീഴായിരിക്കണം. മെരാര്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമട് എന്തെന്നാൽ തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർ വിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹ്റോന്റെ മകർ ഈഥാമാരിന്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മെരാര്യരുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇത് തന്നെ. മോശയെയും അഹ്റോനെയും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി അവരിൽ കുടുംബം കുടുംബമായും എണ്ണപ്പെട്ടവർ 2750 പേർ. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. ഗെർശോന്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവർ 2630 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും ഗെർശോന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാര്യ കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവരാകെ 3200 പേർ. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും മെരാര്യ കുടുംബങ്ങളിൽ എണ്ണിയവർ ഇവർ തന്നെ. മോശയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായി 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവരാകെ 8550 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്ണി.